ഗുഡ് മോർണിംഗ്. ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഭാഗമാണ്. ക്ലാസ്സിലോട്ട് പോയാലോ? അപ്പം നമ്മൾ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്നൊരാശയത്തെപ്പറ്റി ആദ്യം നമുക്ക് പഠിക്കാം. അപ്പം നോക്കി, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഏക പൗരത്വ രാജ്യമാണ്. അതായത് ഇന്ത്യയിൽ ഒരു പൗരത്വം മാത്രമേ ഉള്ളൂ. അതായത് ഇന്ത്യൻ പൗരത്വം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു രാജ്യത്തെയും പൗരത്വം നേടാനായിട്ട് പറ്റത്തില്ല. അപ്പം ഏക പൗരത്വ രാജ്യമാണ്, അല്ലെങ്കിൽ ഏക പൗരത്വം ഫോളോ ചെയ്യുന്ന ഒരു നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പോൾ ഇന്ത്യ സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പൗരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ? പൗരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക അംഗമായി മാറുമ്പോഴാണ് അവർ പൗരന്മാരായി മാറുന്നത്. അതായത് ഒരു വ്യക്തി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ഔദ്യോഗിക അംഗമായി മാറുമ്പോഴാണ് അവരെ നമുക്ക് പൗരന്മാർ അല്ലെങ്കിൽ പൗരർ എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. ഈ പൗരന്മാരും അതുപോലെ സ്റ്റേറ്റുകളും തമ്മിലുള്ള ഒരു ഉടമ്പടി, ആ ഉടമ്പടിയാണ് ആക്ച്വലി പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് പൗരന്മാര് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പൗരന്മാർക്ക് സ്റ്റേറ്റ് ഓരോ അവകാശങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഓരോ അവകാശങ്ങൾ പൗരന്മാർക്കായി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റേറ്റിനായി പൗരന്മാർ എന്ത് ചെയ്യണം? കുറച്ച് കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ ഒരു ബന്ധം, ഒരു ഉടമ്പടി നടന്നു പോകുന്നുണ്ട്. ആ ഉടമ്പടിയാണ് ആക്ച്വലി പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഏക പൗരത്വ രാജ്യമാണ്. ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ എന്താണ് പൗരത്വം അല്ലെങ്കിൽ എന്താണ് പൗരന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പൗരന്മാരും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ആക്ച്വലി പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പിലൂടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 2 ഈ പറയുന്ന പൗരത്വം അഥവാ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. എവിടെയാണ്? പാർട്ട് 2 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടെ വരെയാണ്? ആർട്ടിക്കിൾ 5 to 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് സിറ്റിസൺഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ പൗരത്വത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ്. നമുക്ക് ഈ പറയുന്ന 5 മുതൽ 11 വരെയുള്ള പൗരത്വത്തെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾ പഠിക്കാം. അപ്പൊ അതിന് മുൻപായിട്ട് രണ്ട് കാര്യങ്ങളും കൂടി നോക്കി വെക്കാം. നമ്മുടെ ആർട്ടിക്കിൾസ്, അതായത് ചില ആർട്ടിക്കിൾസ്, അതായത് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം കിട്ടുന്നത് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19, അതുപോലെ ആർട്ടിക്കിൾ 29, ആർട്ടിക്കിൾ 30. അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം കിട്ടുന്ന അവകാശമാണ്. അതുപോലെ തന്നെ അതേസമയം ഇന്ത്യയിലേക്ക് വരുന്ന ഒരു വിദേശ പൗരന്മാർക്ക് ഈ പറയുന്ന 15, 16, 19, 20, 30 പോലുള്ള ആർട്ടിക്കിൾസുകളുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നില്ല. ഇതൊക്കെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതൊന്നുകൂടി ആ ക്ലാസ് റെഫർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ വോട്ടവകാശം, അത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമുള്ളതാണ്, അല്ലേ? അതായത് പുറത്തുനിന്ന് വിദേശ രാജ്യത്തു നിന്നുള്ള ഒരു പൗരന് അല്ലെങ്കിൽ ഒരു ബ്രിട്ടൻ പൗരത്വമുള്ള ഒരു പൗരന് ഇന്ത്യയിൽ വന്ന് വോട്ടവകാശം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവന് വോട്ടവകാശമില്ല, അല്ലേ? അപ്പൊ ഇന്ത്യയിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന അവകാശമാണ് വോട്ടവകാശം. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അത് ആരാണ് ചെയ്യേണ്ടത്? അത് ഇന്ത്യൻ പൗരന്മാർ അനുശാസിക്കേണ്ട ഡ്യൂട്ടീസ് ആണ് മൗലിക കർത്തവ്യങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവുക, അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരാവുക, കൺട്രോൾഡ് ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആവുക, UPSC ചെയർമാൻമാരാകുക, അതുപോലെ പാർലമെന്റിൽ അംഗത്വം നേടുക, സംസ്ഥാന നിയമസഭ അംഗമാകുക, ഇതെല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് അംഗങ്ങളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അംഗങ്ങളുടെ ക്രൈറ്റീരിയാസ് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന കാര്യം എന്താണ്? ആ വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഈ പറയുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന യോഗ്യത എന്താണ്? ആ വ്യക്തി ഇന്ത്യയിലെ പൗരനായിരിക്കണം അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇന്ത്യയിലുള്ള പദവികൾ അലങ്കരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസുകളിലേക്ക്
വരാം. അപ്പോൾ ഓരോ ആർട്ടിക്കിൾസും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കണം. അതിൽ ആർട്ടിക്കിൾ 5 ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വവസതിയുടെ അടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്താണെന്നാണ് പറയുന്നത്. അതായത് 1950 ജനുവരി 26 ഒരു വ്യക്തി ഇന്ത്യയിൽ സ്വന്തമായിട്ടൊരു വസതിയുണ്ട്, സ്വന്തമായിട്ട് ഒരു വസതിയോടുകൂടി താമസിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ വസിക്കുന്ന ഒരു വ്യക്തി, സ്വവസതിയിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരത്വമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ ആർട്ടിക്കിൾ 6 വന്നു കഴിഞ്ഞാൽ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ പെട്ടുപോയവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ വിഭജനം നടന്നു. അപ്പം ഇന്ത്യ വിഭജന കാലത്ത് പാകിസ്ഥാനിൽ പെട്ടുപോയിട്ടുള്ളവരുണ്ട്. അതായത് ആക്ച്വലി ഇന്ത്യ ഇങ്ങനെ വിഭജിക്കുമെന്നൊന്നും അറിയാതെ പാകിസ്ഥാനിലും ഇന്ത്യയിലുമായിട്ടൊക്കെ മൊത്തത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന ഒറ്റൊരു രാജ്യമായിട്ട് നിലനിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ വിഭജനം നടന്നതോടുകൂടി പാകിസ്ഥാനിൽ പെട്ടുപോയ കുറച്ച് ഇന്ത്യൻ പൗരത്വം ഉള്ളവരുണ്ട്, അതായത് ഇന്ത്യക്കാരായിട്ടുള്ളവർ ഉണ്ട്. അവർക്ക് പൗരത്വം നേടാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 7 വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു പോയവരുണ്ട്, അതായത് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു പോയവരുണ്ട്. അതായത് ഈ പറയുന്ന നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജനം നടക്കുന്ന സമയത്ത്, പാർട്ടീഷൻ നടന്ന സമയത്ത് കുറച്ചു പേര് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും കുറച്ചു പേര് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഒക്കെ പലായനം ചെയ്തു വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു പോയ വ്യക്തികളുണ്ട്. അവർക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് മടങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ അവരുടെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ആർട്ടിക്കിൾ 8 വന്നു കഴിഞ്ഞാൽ 1956 ജനുവരി 26 മറ്റേതെങ്കിലും രാജ്യത്തുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഇന്ത്യയിൽ ജനിച്ചതാണ്, പക്ഷേ ഇന്ത്യയിൽ ജനിച്ചെങ്കിലും 1956 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തും ഒക്കെ മറ്റേതെങ്കിലും രാജ്യത്ത് ഉള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്ററിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അതായത് അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്ററിൽ രജിസ്റ്റർ ചെയ്താൽ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ പറ്റും എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ആർട്ടിക്കിൾ 9 വന്നാൽ വളരെ എളുപ്പമാണ്. ആർട്ടിക്കിൾ 9 പറയുന്നത് ഇരട്ട പൗരത്വം അനുവദനീയമല്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. അതായത് ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വിദേശ പൗരത്വം നേടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരത്വം എന്താക്കപ്പെടും? റദ്ദാക്കപ്പെടും. ഇന്ത്യൻ പൗരത്വം ഇല്ലാതാകും. ഓക്കെ ആണല്ലോ. ഒരൊറ്റ പൗരനായിട്ട് ഇരിക്കാനേ ഇന്ത്യ അനുവദിക്കുന്നുള്ളൂ, അത് ഇന്ത്യൻ പൗരത്വമാണ്. അപ്പം നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്നു, ഇന്ത്യൻ പൗരത്വം ഉണ്ട്, നമ്മൾ അമേരിക്കയിൽ പോകുന്നു, അമേരിക്കൻ പൗരത്വം എടുക്കുന്നു, ജർമ്മനിയിൽ പോകുന്നു, ജർമ്മൻ പൗരത്വം എടുക്കുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് രാജ്യങ്ങളിൽ പോയി പൗരത്വം എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൗരത്വം റദ്ദാക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 9 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 10 പറയുന്നത് പൗരത്വം പുതുക്കേണ്ടതില്ല എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു തവണ ഒരു ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ ഈ പറയുന്ന പൗരത്വം നമ്മൾ ആജീവനാന്തം നമുക്ക് മാറണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ആജീവനാന്തം നമ്മൾ ഇന്ത്യൻ പൗരൻ തന്നെ ആയിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നമ്മൾ അത് പുതുക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതുക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ പുതുക്കാറുണ്ട് അല്ലേ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലൈസൻസ് നമ്മൾ പുതുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചെന്ന് പുതുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു തവണ ഇന്ത്യൻ പൗരനായി കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ പൗരനായിട്ട് നമുക്ക് തുടരാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ പുതുക്കേണ്ട ആവശ്യമില്ല, പൗരത്വം പുതുക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 11 വരികയാണ്. അപ്പോൾ ആർട്ടിക്കിൾ പൗരത്വം പറയുന്ന അവസാനത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. അപ്പോൾ ആർട്ടിക്കിൾ 11 പറയുന്നത് ഇപ്പോൾ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് മേൽ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ് ആണ് അല്ലേ. പാർലമെന്റ് ആണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്നതാണ് ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത്. അപ്പൊ പാർലമെന്റ് പൗരത്വ നിയമം നടപ്പിലാക്കി. 1955 പാർലമെന്റ് ഈ പറയുന്ന പൗരത്വ നിയമം നടപ്പിലാക്കിയത്. 1955 ഈ പൗരത്വ നിയമം 9 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതായത് അമെൻമെന്റിന് വിധേയമായിട്ടുണ്ട്. എത്ര തവണയാണ്? 9 തവണയാണ് അമെൻമെന്റിന് വിധേയമായിട്ടുള്ളത്. ഏതൊക്കെ വർഷമാണ്? 1957, 1985, 1986, പിന്നീട് 1992, 93, പിന്നെ 2003, 2005, 2015, 2019 ഇങ്ങനെ 9
തവണ ഈ പറയുന്ന പൗരത്വ നിയമം 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ഇനി പൗരത്വം ലഭിക്കാനുള്ള മാർഗങ്ങളാണ്, അതായത് ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള മാർഗങ്ങൾ. അതായത് ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയാണ് ഇന്ത്യൻ പൗരനായി മാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം എന്നുള്ള മാർഗങ്ങളാണ്. പ്രധാനമായിട്ടും 5 മാർഗങ്ങളിലൂടെയാണ് പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഒന്നാമത്തേത് ഏതാ? ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം, അതായത് ബൈ ബർത്ത്. രണ്ടാമത്തേത് ഏതാണ്? പിന്തുടർച്ച വഴി, അതായത് ബൈ ഡിസെന്റ്. മൂന്നാമത്തേത് രജിസ്ട്രേഷനിലൂടെ, ത്രൂ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ബൈ രജിസ്ട്രേഷൻ. നാലാമത്തേതാ? ചിരകാലവാസം, അതായത് ബൈ നാച്ചുറലൈസേഷൻ. അപ്പോൾ അങ്ങനെയും പൗരത്വം നേടാം. അഞ്ചാമത്തെ ഏതാണ്? പ്രാദേശിക സംയോജനം വഴി. അപ്പോൾ അതായത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്, അതായത് പ്രാദേശികമായിട്ടുള്ള സംയോജനം വഴിയും നേടിയെടുക്കാം. ഇങ്ങനെ 5 മാർഗങ്ങളിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഈ 5 മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. അതിലൊന്നാമത്തേതാണ് ബൈ ബർത്ത്, അതായത് ജനനം മൂലം നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയാണ്. അതായത് ഇവിടെ പറയുന്ന കാര്യം 1950 ജനുവരി 26 അന്നാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ആയത്. 1950 ജനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയിൽ ജനിക്കുകയാണെങ്കിൽ ബൈ ബർത്ത് അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. എന്താണ് പറഞ്ഞത്? 1950 ജനുവരി 26-നും 1987 ജൂലൈ 1-നും ഇടയിൽ ജനിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഇന്ത്യയിൽ ജനിക്കുന്നതനുസരിച്ച് അവർക്ക് ഇന്ത്യൻ പൗരത്വം സ്വമേധയാ കിട്ടുകയാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ 1987 ജൂലൈ 1-ന് ശേഷം ജനിക്കുന്നവരുണ്ട്. ഈ പറയുന്ന 1987 ജൂലൈ 1-ന് ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ അവർക്ക് സ്വമേധയാ ഇന്ത്യൻ പൗരത്വം കിട്ടുകയാണ് ചെയ്യുന്നത്. എന്താണ്? 1987 ജൂലൈ 1-ന് ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ബൈ ബർത്ത് ഇന്ത്യൻ പൗരത്വം കിട്ടും. ഇങ്ങനെ 2 മാർഗങ്ങളിലൂടെ ഇന്ത്യൻ പൗരത്വം കിട്ടും. ഇനി ബൈ ബർത്ത്. ഇനി അടുത്ത മാർഗം ഏതാ? 2024 ഡിസംബർ 3-ന് ശേഷം ജനിക്കുന്ന ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ. ഇപ്പൊ 2024 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. ഇനി അങ്ങനെ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കുകയും മറ്റൊരു വ്യക്തി, അതായത് മാതാപിതാക്കളിൽ മറ്റൊരാള് അനധികൃതമായിട്ട് കുടിയേറ്റം നടത്തി വന്നൊരു വ്യക്തി അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. വളരെ സിമ്പിളാണ്. 2024 ഡിസംബർ 3-ന് ശേഷം ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി അഥവാ അങ്ങനെയല്ല, മാതാപിതാക്കളിൽ ഒരാൾ, ഇപ്പം അച്ഛൻ മാത്രമാണ് ഇന്ത്യൻ പൗരനായതെന്നിരിക്കട്ടെ, പക്ഷെ അമ്മ ഇന്ത്യൻ പൗരനല്ല, പക്ഷേ അമ്മ ഒരു അനധികൃതമായിട്ട് കുടിയേറി വന്നൊരു വ്യക്തിയുമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം കിട്ടും. പക്ഷേ ഈ പറയുന്ന അമ്മ അനധികൃതമായി കുടിയേറി വന്ന, അതായത് കാലതാമസം കഴിഞ്ഞിട്ടും പോവാതെ അനധികൃതമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അച്ഛൻ പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല, ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. കാരണം അമ്മ കുടിയേറി വന്നതാണ്, അനധികൃതമാണ്, അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. അപ്പൊ ഈ 3 കാരണങ്ങളാണ് ബൈ ബർത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഓർക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇതാണ് ബൈ ബർത്ത് ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് പിന്തുടർച്ച അഥവാ ബൈ ഡിസെന്റ്, അതായത് ബൈ വിർച്യൂ ഓഫ് ബ്ലഡ്, അതായത് രക്തബന്ധത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന പൗരത്വമാണ് രണ്ടാമതായിട്ട് കിട്ടുന്ന ഇന്ത്യൻ പൗരത്വത്തിന്റെ മാർഗം. ഓക്കെ, ജനനം ഇന്ത്യക്ക് പുറത്താണ്. മറ്റേത് ബൈ ബർത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ജനനം ഇന്ത്യക്ക് പുറത്താണ് ഇവര്. ഓക്കെ ആണല്ലോ. പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കാം? 1950 ജനുവരി 26. 1950 ജനുവരി 26-നും 1992 ഡിസംബർ 10-നും ഇടയിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ജനിച്ചതാണ്. പക്ഷെ അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ അവരുടെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കാം. എന്താണ് പറഞ്ഞത്? 1950 ജനുവരി 26-നും 1992 ഡിസംബർ 10-നും ഇടയിൽ ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് ജനിച്ച ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ പിതാവ് മാത്രം ഇന്ത്യൻ പൗരനായാൽ മതി, അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും ബൈ ഡിസെന്റ് വഴി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത മാർഗം എന്താ? 1992 ഡിസംബർ 10-ന് ശേഷം ജനിച്ചവരുണ്ടല്ലോ.
1992 ഡിസംബർ 10 ശേഷം ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് ജനിച്ച ഒരു കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നാൽ മതി. മറ്റത് നേരത്തെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, പിതാവ് ഇന്ത്യൻ പൗരനായിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ 1992 ഡിസംബർ 10 ശേഷം ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം നേടണമെങ്കിൽ മാതാപിതാക്കളിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചാൽ ആ കുട്ടിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ ഈ പറയുന്ന പിന്തുടർച്ച വഴി കിട്ടില്ല. അതായത് ഈ പറയുന്ന മാതാപിതാക്കളിൽ ഒരാൾ പൗരത്വം ഉണ്ടെന്ന് കരുതി അവർക്ക് കിട്ടത്തില്ല. എന്താണ്, 2004 ഡിസംബറിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പിന്തുടർച്ച വഴി കിട്ടില്ല. എന്താ ചെയ്യേണ്ടത്? അവരിപ്പോൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് ആ രാജ്യത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്ററിലേക്ക് 1 വർഷത്തിനകം ചെന്ന് അവിടെ ഈ പറയുന്ന ജനനം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കത്തുള്ളൂ. അതായത് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു കുട്ടിക്ക് 2004 ഡിസംബർ 3 ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ പിന്തുടർച്ച വഴി ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? 1 വർഷത്തിനകം അതത് രാജ്യത്തുള്ള ഇന്ത്യൻ കോൺസുലേറ്ററിൽ ആ ജനനം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന പൗരത്വം ലഭിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഈ പറയുന്ന പിന്തുടർച്ച അല്ലെങ്കിൽ ബൈ ഡിസെന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ബൈ രജിസ്ട്രേഷൻ ആണ്. മൂന്നാമത്തെ പൗരത്വം ലഭിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ബൈ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ എന്താണ് ഒന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത്? ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്യുക. അത് ആണാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്യുക. അങ്ങനെ വിവാഹം ചെയ്ത് ഇന്ത്യയിൽ 7 വർഷം സ്ഥിരമായി താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ബൈ രജിസ്ട്രേഷനിലൂടെ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. സോണിയാഗാന്ധിയുടെ കേസൊക്കെ അങ്ങനെയാണ്. അതായത് ഇന്ത്യൻ പൗരനെ വിവാഹം കഴിച്ചു, അവർ ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യയിൽ തുടർച്ചയായിട്ട് 7 വർഷം സ്ഥിര താമസമാക്കി, പിന്നീട് അവർ ഈ പറയുന്ന ബൈ രജിസ്ട്രേഷൻ മെത്തേഡിലൂടെ പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്യുകയും പൗരത്വം നേടിയെടുക്കുകയുമാണ് ചെയ്തത്. ഇനി അതുപോലെ ബൈ രജിസ്ട്രേഷന്റെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് ജനിക്കുന്നു. മാതാപിതാക്കൾ ഈ പറയുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികരാരെങ്കിലും ഇന്ത്യൻ വംശജരാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജരാണെങ്കിൽ ആ വ്യക്തിക്ക് അത് കിട്ടണമെങ്കിൽ ആ വ്യക്തി 7 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസം നടത്തി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടത്താം. രജിസ്ട്രേഷനിലൂടെ ഈ പറയുന്ന പൗരത്വം കിട്ടും. എന്താണ് പറയുന്നത്? മറ്റേതെങ്കിലും രാജ്യത്ത് ജനിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ പൂർവികരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ പൂർവികരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ പറയുന്ന ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തികളാണ്. അങ്ങനെയാണെങ്കിൽ അവരൊരു ഇന്ത്യൻ വംശജരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഇന്ത്യയിൽ വന്ന് 7 വർഷം ഇന്ത്യയിൽ സ്ഥിരതാമസം നടത്തി ഇന്ത്യൻ പൗരത്വത്തിന് രജിസ്റ്റർ ചെയ്ത് ബൈ രജിസ്ട്രേഷനിലൂടെ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. അതാണ് ബൈ രജിസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മെത്തേഡാണ് ബൈ നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? അവിടെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ ഏതെങ്കിലും ഒരു പൗരത്വമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ മുൻ പൗരത്വം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ഇപ്പം ഞാൻ അമേരിക്കൻ പൗരത്വം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇന്ത്യൻ പൗരത്വം നേടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ അമേരിക്കൻ പൗരത്വം ആദ്യം ഉപേക്ഷിക്കണം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മുൻ പൗരത്വം ഉപേക്ഷിക്കണം. ഇനി ഉപേക്ഷിച്ചിട്ട് ഞാൻ എന്തിനാണ് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം എന്ത് ചെയ്യണം? അറിയിക്കണം. അല്ലാതെ ഞാൻ ചുമ്മാ വന്ന് എനിക്ക് ഇന്ത്യൻ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ ഇന്ത്യൻ പൗരനാകാം എന്ന് കരുതി വന്ന് ഇന്ത്യയിലേക്ക് വന്ന് ചേരുന്നവരായിരിക്കത്തില്ലല്ലോ ആരും. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു കാരണം കാണും എന്തിനാണ് ഞാൻ ഇന്ത്യൻ പൗരത്വം നേടുന്നത് എന്നതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം കാണും. അപ്പോൾ രണ്ടാമതായിട്ട് ആ കാരണം അറിയിക്കണം. അതിനുശേഷം ഈ നമ്മൾ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ഭാഷ അറിവുണ്ടായിരിക്കണം. അതായത് ഒരു ഭാഷയെങ്കിലും സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യണം? പരിജ്ഞാനം നേടിയിരിക്കണം. അതായത് 8ാമത്തെ ഷെഡ്യൂളിൽ 22 ഭാഷകളെ പറ്റി പറയുന്നുണ്ട്. ആ ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും സംസാരിക്കാനായിട്ട് ഉള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അതും നേടിയെടുത്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? 12 വർഷം സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. നമ്മുടെ ഇന്ത്യയിൽ 12 വർഷം എന്ത് ചെയ്യണം? സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. അത് മാത്രം പോരാ, അവസാനത്തെ 1 വർഷം തുടർച്ചയായിട്ട് താമസിക്കണം. അതിന് മുന്നേ ഉള്ള 11 വർഷം ഇന്ത്യയിൽ ചിലവഴിക്കാം, വന്നു പോവുകയും മറ്റുമൊക്കെ ആയിട്ട് ചിലവഴിച്ചാൽ മതി. പക്ഷേ അവസാനത്തെ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് താമസിക്കുകയും വേണം. അങ്ങനെ 12 വർഷം
സ്ഥിര താമസം നടത്തിയവർക്ക് മാത്രമേ ബൈ നാച്ചുറലൈസേഷനിലൂടെ ഈ പറയുന്ന പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ നാച്ചുറലൈസേഷനിലൂടെ പൗരത്വം നേടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം, മുൻപേ ഏതെങ്കിലും പൗരത്വം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. രണ്ടാമത്തത്, പൗരത്വം നേടുന്നതിന്റെ ആവശ്യകത പറയുക. മൂന്നാമതായിട്ട് ഈ എട്ടാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ഭാഷ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അതുപോലെ 12 വർഷം സ്ഥിരമായിട്ട് താമസിക്കുകയും അതിൽ അവസാനത്തെ വർഷം തുടർച്ചയായിട്ട് താമസിക്കുകയും വേണം. അതിനിടയിലുള്ള 11 വർഷം ചിലവഴിച്ചാൽ മതി ഇന്ത്യയിൽ. പക്ഷെ അവസാനത്തെ വർഷം പൂർണ്ണമായും താമസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ബൈ നാച്ചുറലൈസേഷനിലൂടെ ഈ പറയുന്ന പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അവസാനത്തെ മാർഗമാണ് പ്രാദേശികമായിട്ടുള്ള സംയോജനത്തിലൂടെ കിട്ടുക എന്ന് പറയുന്നത്. ഈ പ്രാദേശിക സംയോജനം, അതായത് ഇൻകോപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്, അതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയെയോ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നു എന്ന് പറയുന്നതാണ് പ്രാദേശിക സംയോജനം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1962 പോണ്ടിച്ചേരി പൗരത്വ ഉത്തരവിന്റെ ഫലമായിട്ട് പോണ്ടിച്ചേരി ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. അതായത് പോണ്ടിച്ചേരി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ ആ മേഖലയിൽ സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പം വേറൊരു പൗരത്വം ഇല്ല. അപ്പം അവരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തപ്പോൾ ആ ജനങ്ങൾക്ക്, ആ മേഖലയിലുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട്, ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി ആയതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് പ്രാദേശികമായിട്ടുള്ള സംയോജനത്തിലൂടെ കിട്ടുന്ന പൗരത്വം എന്ന് പറയുന്നത്. ഇത് 1955 പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. 1955 പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രാദേശിക സംയോജനം കൂട്ടിച്ചേർക്കപ്പെട്ടത്. എക്സാമ്പിൾ ഏതാ? പോണ്ടിച്ചേരിയുടെ പൗരത്വ ഉത്തരവ് 1962 അത് ഈ പറയുന്ന പ്രാദേശിക സംയോജനമാണ്. അതായത് പോണ്ടിച്ചേരിയെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് സ്വമേധയാ ഇന്ത്യൻ പൗരത്വം വന്നു ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 5 മാർഗങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുവോ? നഷ്ടപ്പെടും. ഒബ്വിയസ്ലി ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാനും പറ്റും, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാനും പറ്റും. അപ്പൊ ഇന്ത്യൻ പൗരത്വം 3 രീതിയിൽ എന്ത് ചെയ്യാം? നഷ്ടപ്പെടാം. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പോൾ ഇത് എണ്ണം തന്നെ പഠിച്ചു വെച്ചിരിക്കണം. 3 രീതിയിൽ നഷ്ടപ്പെടാം, 5 രീതിയിൽ നേടിയെടുക്കാം എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഈ കഴിഞ്ഞ ജനുവരി 24 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ പൗരത്വം എത്ര രീതിയിൽ നഷ്ടപ്പെടാം എന്നാണ് ചോദിച്ചത്. 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു, അതുപോലെ 4 ഉണ്ടായിരുന്നു, പിന്നെ എന്താണ്, നഷ്ടപ്പെടുന്നില്ല എന്നും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ചിലപ്പം നഷ്ടപ്പെടുന്നില്ല, ഇന്ത്യൻ പൗരനല്ലേ, അത് നഷ്ടപ്പെടത്തില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ 3 രീതിയിൽ നഷ്ടപ്പെടുന്നു, ആ ഓപ്ഷനിലുണ്ട് 3. അപ്പൊ അതാണ് 3 റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം, ഈ എണ്ണം ഉൾപ്പെടെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നോക്കി, ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്ന 3 മാർഗങ്ങൾ നോക്കാം. ഒന്നാമത്തത് ബൈ ടെർമിനേഷൻ, അതായത് നിർത്തലാക്കൽ. അടുത്തത് ബൈ റിനൻസിയേഷൻ, അതായത് പരിത്യാഗം ചെയ്യുക. അടുത്തത് ബൈ ഡിപ്രിവേഷൻ. ഡിപ്രിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപഹരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ 3 മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒന്നാമത്തെ മാർഗം ബൈ ടെർമിനേഷൻ അഥവാ നിർത്തലാക്കൽ. നിർത്തലാക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പൗരത്വം നേടിയെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇപ്പൊ അമേരിക്കയിൽ ചെന്നു, അപ്പൊ നമുക്ക് അമേരിക്ക കൊള്ളാൻ തോന്നി, നമ്മൾ അമേരിക്കൻ പൗരത്വം നേടിയെടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നേടിയെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ പൗരത്വം ഉണ്ട്, നമ്മൾ അവിടെ ചെന്ന് അമേരിക്കൻ പൗരത്വം നേടിയെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ത് ചെയ്യും? പൗരത്വം ടെർമിനേറ്റ് ചെയ്യും, അതങ്ങ് നിർത്തലാക്കും. നമ്മുടെ പൗരത്വം നമ്മൾ അങ്ങ് നിർത്തലാക്കും. ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യൻ പൗരത്വം നിർത്തലാക്കും. അപ്പൊ ആൾക്ക് ഇപ്പൊ അമേരിക്കൻ പൗരനായിട്ട് മാത്രമേ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ റദ്ദാക്കുന്നതിനെയാണ്, അതായത് പൗരത്വം നമ്മൾ നിർത്തലാക്കുന്നതിനെയാണ് ബൈ ടെർമിനേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നടപടിയാണ്. ഇനി ബൈ റിനൻസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിത്യാഗം ചെയ്യുക. അതായത് നമ്മൾ തന്നെ സ്വമേധയാ നമ്മൾക്ക് പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നതാണ്. മറ്റത് എന്താണ്? നമ്മൾ ഇന്ത്യ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി അറിഞ്ഞു കഴിയുമ്പോൾ ഇന്ത്യ അത് ബാൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിർത്തലാക്കുന്നതാണ്. ഓക്കെ. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ട എന്ന് എഴുതി കൊടുത്ത് നമ്മൾ പരിത്യാഗം ചെയ്യുകയാണ്. നമുക്ക് ഇനി ഇന്ത്യൻ പൗരത്വം വേണ്ട, അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് നമ്മൾ തന്നെ പരിത്യജിക്കുന്നതാണ് ഈ പറയുന്ന രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മാർഗം
ബൈ ഡിപ്രിവേഷൻ, അതായത് അപഹരണം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള മാർഗത്തിലൂടെ നമ്മൾ പൗരത്വം നേടിയെടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. ബൈ രജിസ്ട്രേഷൻ, ബൈ നാച്ചുറലൈസേഷനിലൂടെയൊക്കെ നമുക്ക് പൗരത്വം നേടിയെടുക്കാം. ഇതൊക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള മാർഗത്തിലൂടെയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബൈ രജിസ്ട്രേഷനിലൂടെ നമ്മൾ പൗരത്വം നേടി. അപ്പോഴാണ് പിന്നീട് കണ്ടുപിടിക്കുന്നത് നമ്മൾ 7 വർഷം സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ചില്ല, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്, നമ്മൾ വലിയ രീതിയിലുള്ള രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബൈ രജിസ്ട്രേഷനിലൂടെ അപ്ലൈ ചെയ്തതും അത് വ്യാജമാണെന്നും ഒക്കെ തിരിച്ചറിയുകയാണെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ഈ പറയുന്ന മാർഗത്തിലൂടെ നമ്മുടെ പൗരത്വം നഷ്ടമാവുന്നുണ്ട്. അതാണ് 3 മാർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എക്സാക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക, 3 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത്. ഇനി ലാസ്റ്റ് പഠിക്കാനുള്ളത് പൗരത്വ ഭേദഗതി നിയമം 2019, അതായത് 2019 പൗരത്വ ഭേദഗതി നിയമം വന്നു. അപ്പൊ അതെന്താണെന്ന് ഓർത്തു വെച്ചിരിക്കാം. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം 2019 അത് നിലവിൽ വന്നത് 2020 ജനുവരി 10-നാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. 2020 ജനുവരി 10-ന്. ഓക്കെ ആണല്ലോ. ഇത് എന്താണ് പറയുന്നത്? ഈ പൗരത്വ ഭേദഗതി നിയമം 2020 ജനുവരി 10-ലെ പൗരത്വ ഭേദഗതി നിയമം പറയുന്നത് എന്താണ്? ഈ പറയുന്ന പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 പ്രദേശങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണല്ലോ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും. ഇവിടെ നിന്ന് 2014 ഡിസംബർ 39-ന് മുൻപ് അനധികൃതമായിട്ട് കുടിയേറ്റക്കാരായിട്ട് ഇന്ത്യയിലേക്ക് വന്നവരിൽ ഹിന്ദു, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ക്രൈസ്തവ മതക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം നൽകാം എന്ന് പറയുന്നതാണ് പൗരത്വ ഭേദഗതി നിയമം 2019. എന്താണ് പറയുന്നത്? ഈ പൗരത്വ ഭേദഗതി നിയമം 2020 ജനുവരി 10-നാണ് നിലവിൽ വന്നത്. ഈ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31-ന് മുൻപായിട്ട് അനധികൃതമായിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറി താമസിക്കുന്നവരുണ്ടെങ്കിൽ ആ വിഭാഗക്കാരിൽ ഹിന്ദു മതക്കാര്, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ക്രൈസ്തവ മതക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരത്വം നൽകാം എന്ന് പറയുന്ന ഒരു ഭേദഗതിയാണ് പൗരത്വ ഭേദഗതി നിയമം. അപ്പൊ അവിടെ ഇല്ലാത്തൊരു മതമുണ്ട്, അതേതാണ്? മുസ്ലിം മതമാണ് അല്ലെ. നമുക്കറിയാം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ മുസ്ലിം രാഷ്ട്രമാണ്. അപ്പൊ അതുകൊണ്ട് ഈ മുസ്ലിം മതം ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഓടുവണ്ണൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഹിന്ദു, സിഖ്, ക്രൈസ്തവ, മുസ്ലിം അങ്ങനെ ആ മതത്തെ കൂടി ചേർക്കാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകരുത്. അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, ഹിന്ദു, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ക്രൈസ്തവ മതക്കാർക്ക് മാത്രമേ പൗരത്വം നൽകുള്ളൂ എന്നാണ് ഈ പൗരത്വ ഭേദഗതി നിയമം 2019 പറയുന്നത്. അപ്പൊ ഇതാണ് പൗരത്വം എന്ന് പറയുന്ന ഭാഗം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക്